കാണാൻ പോകുന്നത് ഈ നേരത്തെ പഠിച്ച തിയറങ്ങളൊക്കെ വെച്ചിട്ട് ഒരു റീജിയൻ്റെ അകത്ത് എത്ര സീറോസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കോഷീസ് ഇൻ്റഗ്രൽ തിയറം ഒക്കെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഫസ്റ്റ് തിയറം പറയുന്നത് ഇതാണ്. ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു തിയറമാണ്. തിയറം നോക്കാം. Suppose if G is a region and F is an analytic function on G, having zeros A1 etc. am repeated according to multiplicity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം നിർബന്ധമില്ല. അപ്പം ഒരു എ എന്ന് പറഞ്ഞൊരു പോയിന്റ് സീറോ ആണ്, കാരണം അതിനെ എ എഴുതിയാൽ മതി. അക്കോർഡിംഗ് ടു മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. Repeated. If gamma is a closed rectifiable curve in G which does not pass through any point AK, അതായത് സീറോയിൽ കൂടെ ഒന്നും ഒരു സീറോയിൽ കൂടെയും പാസ് ചെയ്യുന്നില്ല. And if gamma is homologous to 0, then 1/2 pi integral over gamma f dash of z divided by f of z is equal to summation of all winding numbers of gamma with respect to the zeros. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇതാണ്. വളരെ സിമ്പിളാണ് ചെയ്യാൻ വേണ്ടി. അത് നമുക്ക് നോക്കാം. ഈ ഒരു കൊറോളറി നമ്മൾ ആദ്യ സെക്ഷനിൽ ചെയ്തിട്ടുള്ള കൊറോളറി ആണ്. ഇപ്പോൾ വായിക്കാം. F ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ഓൺ ആൻ ഓപ്പൺ കണക്റ്റഡ് സെറ്റ് which is not identically equal to 0 with f of a is equal to 0 for some a in G, the open connected set. Then there exists an integer n such and an analytic function g from G to C such that g of a is not equal to 0 and f of z is equal to z minus a the whole raised to n into g of z. Logically നിങ്ങൾക്ക് മനസ്സിലാവും. ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. എ എന്ന് പറഞ്ഞ പോയിന്റ് 0 ആണെങ്കിൽ നമ്മൾ യൂഷ്വലി സെറ്റ് മൈനസ് എ എന്ന് പറയുന്നത് ഫാക്ടർ ഔട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു മൾട്ടിപ്ലിസിറ്റി നമുക്ക് എത്ര പ്രാവശ്യം ഈ സെറ്റ് മൈനസ് എ നമുക്ക് ഫാക്ടർ ചെയ്യാം എന്നുള്ളതിന്റെ ഇതാണ് ഈ പറഞ്ഞ n. Okay. So f of z is equal to z minus a the whole raised to n into g of z for every z belongs to G. Each zero of f has finite multiplicity. അപ്പോൾ അതിൻ്റെ പ്രൂഫായിട്ട് ഇപ്പോൾ ആദ്യം നമുക്ക് ഈ പറഞ്ഞ ഫംഗ്ഷനെ നമുക്ക് തന്നിരിക്കുന്ന അനലിറ്റിക് ഫംഗ്ഷനെ ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റുമോ? ഏതൊരു ഫംഗ്ഷൻ എടുത്താലും ആ ഫംഗ്ഷന്റെ സീറോസ് നമുക്ക് പർട്ടിക്കുലർലി തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? A1 A2 എക്സെട്ര AN എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ പറയുന്ന സീറോസിനെ നമുക്ക് ഫാക്ടർ ഔട്ട് ചെയ്തെടുക്കാം അല്ലെ? എല്ലാ സീറോസും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫാക്ടർ മൊത്തം ഫാക്ടർ ഔട്ട് ചെയ്യാം. പിന്നെ ബാക്കി വരുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആകും എന്നാണ് നമുക്ക് നേരത്തെ കോറോളറിയിൽ അപ്പോൾ കൂടാതെ അതിനകത്ത് പിന്നെ ഫാക്ടറിനോട് പറ്റില്ല, കാരണം എല്ലാം നമ്മൾ ഓൾറെഡി ഫാക്ടർ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എഫ് ഓഫ് സെഡിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. ഓക്കെ. ഇനി ഈ ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം പ്രൊഡക്റ്റ് റൂൾ വെച്ച്. എങ്ങനെയാ പ്രൊഡക്റ്റ് റൂൾ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം? രണ്ടെണ്ണം കൊണ്ട് എങ്ങനെ ചെയ്യാം? നോർമൽ പ്രൊഡക്റ്റ് റൂൾ. യു വി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു യു വി ഡാഷ് പ്ലസ് വി യു ഡാഷ്. മൂന്നെണ്ണം ഉണ്ടെങ്കിൽ യു വി ഡബ്ല്യു ഉണ്ടെങ്കിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു യു വി ഡബ്ല്യു ദ ഹോൾ ഡാഷ് ഈസ് ഈക്വൽ ടു, അതിൽ ഒരെണ്ണം എടുക്കും, മറ്റേത് അതേപോലെ യു വി ഡബ്ല്യു ഡാഷ് പ്ലസ് യു വി ഡാഷ് ഡബ്ല്യു പ്ലസ് യു വി ഡബ്ല്യു മൂന്ന് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. ദ ഹോൾ ഡാഷ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. യു വി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വി ഡാഷ് പ്ലസ് യു ഡാഷ് വി ആണ്. യു വി ഡബ്ല്യു ദ ഹോൾ ഡാഷ് ഇങ്ങനെ അതിന് ഇൻഡക്ഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇൻഡക്ഷൻ അപ്ലൈ ചെയ്ത് എൻ ഡി വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. യു ഇൻറ്റു വി ഡബ്ല്യു ഡാഷ് പ്ലസ്
വി ഡബ്ല്യു ഇൻറ്റു യു ഡാഷ്. ഇതെന്ത് വരും? യു ഇൻറ്റു വി ഡബ്ല്യു ഡാഷ് പ്ലസ് വി ഡാഷ് ഡബ്ല്യു അല്ലേ? എല്ലാം കൂടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ വരും. അപ്പോൾ അത്ര ഓർത്തിരിക്കാൻ വേണ്ടി ഓരോ ടേമും അറ്ററ്റായി ഒരെണ്ണത്തിനെ മാത്രമേ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തുള്ളൂ, ബാക്കിയുള്ളത് അതേപോലെ ഉണ്ട് അല്ലേ? സോ ഇവിടെ എങ്ങനെ വരും? ഉണ്ടോ? എഫ് ഡാഷ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ഇത്രയും ടേംസ് ഉണ്ട് അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത് ബാക്കിയുള്ള എല്ലാ ടേമിനെയും നമ്മൾ എന്ന് എഴുതി ഇൻറ്റു ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ടേം വിത്ത് റെസ്പെക്ട് ടു സെഡ്. എന്തായിരിക്കും ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ടേം വിത്ത് റെസ്പെക്ട് ടു സെഡ്? സെറ്റ് മൈനസ് എ വണ്ണിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം ഇതായിരിക്കും. ഉണ്ടോ? സെക്കൻഡ് ടേം വരുന്നത് നമ്മൾ രണ്ടാമത്തെ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. സെറ്റ് മൈനസ് എ ടു അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അതും 1 ആണ്. സെറ്റ് മൈനസ് എ വൺ ഇൻറ്റു 1 ഇൻറ്റു സെറ്റ് മൈനസ് എ ത്രീ ബാക്കിയെല്ലാം. ഓക്കെ. മൂന്നാമത്തെ വരുമ്പോൾ സെറ്റ് മൈനസ് എ വൺ ഇൻറ്റു സെറ്റ് മൈനസ് എ ടു ഇൻറ്റു സെറ്റ് മൈനസ് എ ത്രീയുടെ ഡെറിവേറ്റീവ് എടുക്കും. മനസ്സിലായില്ല അല്ലേ? ഇൻറ്റു എക്സെട്ര അങ്ങനെ പോകുന്നു. അങ്ങനെ ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് വരുമ്പോൾ സെറ്റ് മൈനസ് എ വൺ ഇൻറ്റു സെറ്റ് മൈനസ് എ ടു ഇൻറ്റു എക്സെട്ര സെറ്റ് മൈനസ് എ എം മൈനസ് വൺ. സെറ്റ് മൈനസ് എ എം അവിടെ അതിൻ്റെ ഡെറിവേറ്റീവ് 1 ജി ഓഫ് സെഡ്. എല്ലായിടത്തും ജി ഓഫ് സെഡ് ഉണ്ട് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് എന്താ വരിക? ഈ പറഞ്ഞ ടേംസ് എല്ലാം എഴുതിയിട്ട് ഇൻറ്റു ഡെറിവേറ്റീവ്. ഈ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്താണോ നമ്മുടെ തിയറത്തിൽ വേണ്ടതെന്നൊന്ന് നോക്കണം. വേണ്ടത് എന്തായിരുന്നു? ഇന്റഗ്രൽ ഓവർ ഗാമ എഫ് ഡാഷ് ഓഫ് സെഡ് ബൈ എഫ് ഓഫ് സെഡ്. അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചത് എഫ് ഡാഷ് ഓഫ് സെഡ് ആണ്. നമുക്ക് വേണ്ടത് എഫ് ഡാഷ് ഓഫ് സെഡ് ബൈ എഫ് ഓഫ് സെഡ് ആണ്. അപ്പൊ എഫ് ഡാഷ് ഓഫ് സെഡ് ബൈ എഫ് ഓഫ് സെഡ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് മൊത്തം എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ സെറ്റ് മൈനസ് എ വൺ മുതൽ സെറ്റ് മൈനസ് എ എം പിന്നെ ജി ഓഫ് സെഡ് ഉണ്ട്. അപ്പൊ ഓരോ ടേമിനും എന്താ സംഭവിക്കുന്നത്? അതിനകത്തെ ഒരു ഫാക്ടർ ഇല്ലാതിരിക്കുക. അപ്പൊ ഫസ്റ്റിനകത്ത് ഇല്ലാതിരുന്ന ഫാക്ടർ ആരാ? സെറ്റ് മൈനസ് എ. അത് ഫസ്റ്റ് ടേം പ്ലസ് 1 ബൈ സെറ്റ് മൈനസ് എ ടു പ്ലസ് എക്സെട്ര പ്ലസ് 1 ബൈ സെറ്റ് മൈനസ് എ എം പ്ലസ് ജി ഡാഷ് ഓഫ് സെഡ് ബൈ ജി. ഇനി അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. Integral over the given curve gamma f dash of z by f of z means that is equal to integral over 1 by z minus a1 plus 1 by z minus a2 plus etc plus 1 by z minus a plus g dash of z means. ഇതെല്ലാം നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ അറിയാം. ഇതെല്ലാം index of gamma or index of a point with respect to gamma on each points a1 a2 etc am വരെയാണ് ഓരോന്നും വരുന്നത് അല്ലേ? ഇൻഡെക്സിന്റെ ഡെഫിനിഷൻ എന്താ? n ഗാമ a is equal to 1 by 2 pi I integral over gamma 1 by z minus a into dz. അപ്പോൾ അതിനെ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഈ പറയുന്ന ടേം എന്ന് പറയുന്നത് 2 pi I into n ഗാമ a1, അടുത്തത് പ്ലസ് 2 pi I. ഓരോന്നിനും ഇന്റഗ്രേറ്റ് ചെയ്യുക സെപ്പറേറ്റ് ഇന്റഗ്രൽസ്. ലാസ്റ്റ് ടേം ഇതുപോലെ ഇന്റഗ്രൽ ഓവർ ഗാമ ജി ഡാഷ് ഓഫ് സെഡ് ബൈ ജി ഓഫ് സെഡ്. നമുക്ക് വേണ്ടത് എന്തായിരുന്നു? തിയറത്തിൽ വേണ്ടത് എന്താ? 1 by 2 pi I is equal to ഇൻഡെക്സിംഗ് നമ്പേഴ്സിന്റെ സം മതി നമുക്ക്. അപ്പൊ ലാസ്റ്റിലുള്ള ആള് എന്താക്കണം? നമുക്ക് ലാസ്റ്റിലുള്ള ആള് 0 കിട്ടുകയാണെങ്കിൽ സൗകര്യമാണ്. 0 ആകുമോ? ഇതിനെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ജി ഓഫ് സെഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മള് ജി ഓഫ് സെഡ് എന്ന് പറയുന്ന ഒരു അനലിറ്റിക് ഫംഗ്ഷൻ എങ്ങനെയാണ് അതുകൊണ്ടെന്ന് ഇവിടുന്ന് ആവുന്നത്? നമ്മുടെ ഫംഗ്ഷന്റെ അകത്തെ സീറോസിന്റെ ഫാക്ടേഴ്സിനെ പുറത്തെടുത്ത് ബാക്കി വരുന്ന ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആയിരുന്നു ജി ഓഫ് സെഡ് സച്ച് ദാറ്റ് there are no more factors which can be taken out from g of z. അതായത് ജി ഓഫ് സെഡിന് പിന്നെ സീറോസ് ഇല്ല അല്ലേ? കറക്റ്റ് അല്ലേ? ജി ഓഫ് സെഡിന് പിന്നെ സീറോസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതിനെ പിന്നെ നമുക്ക് ഫാക്ടർ ചെയ്ത് പുറത്തെടുക്കാൻ പറ്റില്ല. അത്രയും പറ്റില്ല. ഉള്ള ഫാക്ടറിങ് എല്ലാം പോസിബിൾ ആയി ബാക്കിയുള്ള ജി ഓഫ് സെഡ് അല്ല. സോ ജി ഓഫ് സെഡിന് സീറോസ് ഇല്ല. അതിന്റെ അർത്ഥം എന്താ? ജി ഓഫ് സെഡ് എന്താവില്ല? ജി ഓഫ് സെഡ് അറ്റ് എനി പോയിന്റ് എന്തെടുക്കില്ല? ജി ഓഫ് സെഡിന് സീറോസ് ഇല്ല എന്ന് വെച്ചാൽ എന്താ? സീറോസ് എന്ന് വെച്ചാൽ എന്താ?
സീറോ എന്ന് പറയുന്ന ഒരു പോയിന്റ് പറഞ്ഞാൽ ആ പോയിന്റ് ഫംഗ്ഷനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ സീറോ ആയി പോകുന്നതാണ് എൻ്റെ അർത്ഥം. ജി ഓഫ് സെറ്റിന് സീറോസ് ഇല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ജി ഓഫ് സെറ്റ് ഒരു പോയിന്റിലും സീറോ ആകുന്നില്ല. ഇൻസൈഡ് അവർ ഡൊമെയിൻ, ഇൻസൈഡ് അവർ റീജിയൻ വിച്ച് വി കൺസിഡർ ജി. അതിന്റെ അർത്ഥം എന്താ? ഈ ഫംഗ്ഷനെ പറ്റി എന്ത് പറയും? ആ ഫംഗ്ഷനെ പറ്റി എന്ത് പറയും? പറയൂ. അതിന്റെ ഒന്നും ആവശ്യമില്ല, അത് വേറൊരു കൊറോളറിയാണ് സ്റ്റേറ്റ് ചെയ്തത്. ജി ഡാഷ് ഓഫ് സെറ്റ് ബൈ ജി ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്ത റീജിയനകത്ത് അനലിറ്റിക് ആയിരിക്കും. അതിന് പ്രോബ്ലം ഉണ്ടാക്കുന്ന പ്രോബ്ലമാറ്റിക് ഫംഗ്ഷൻ അല്ല. ഗാമ എന്ന് പറയുന്ന ആ പറയുന്ന റീജിയനിലെ ഒരു ക്ലോസ് റെക്ടിഫയബിൾ കർവ് ആണ്. അപ്പോൾ കോഷീസ് തിയറം വെച്ചിട്ട് ഇന്റഗ്രൽ ഓവർ ഗാമ അനലിറ്റിക് ഫംഗ്ഷൻ എപ്പോഴും സീറോ ആയിരിക്കും. അപ്പോൾ ദിസ് ടേം വിൽ ബി സീറോ. ഇത് വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് എഴുതാനും എളുപ്പമല്ലേ. യൂഷ്വലി ഇത് ചോദിക്കാറുള്ളതാണ്, ശ്രദ്ധിച്ച് അത് എഴുതുക. അപ്പം അത് സീറോ ആയി. അത് പല ഏതെങ്കിലും ഒക്കെ തിയറം വെച്ചിട്ട് അത് ചെയ്യാം. അപ്പൊ വേറൊരു കൊറോളം ഞാൻ സ്റ്റേറ്റ് ചെയ്യുന്നുള്ളൂ. കോഷീസ് തിയറം വെച്ച് തന്നെ നേരിട്ട് അത് പറയാം. സോ യു ഗെറ്റ് ഇന്റഗ്രൽ ഓവർ ഗാമ ജി ഡാഷ് ഓഫ് സെറ്റ് ബൈ ജി ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഇതാണ് തിയറം പറയുന്നത്. അടുത്ത കൊറോളറി പറയുന്ന നോക്കി. കൊറോളറി 7.3. ജി ആൻഡ് ഗാമ എല്ലാം നേരത്തെ പോലെ തന്നെ, except that a1, a2, etc. am are the points which satisfy the equation f of z is equal to alpha. അതിന് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? നേരത്തെ എങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്? നേരത്തെ തിയറം എന്താ പറഞ്ഞിരുന്നത്? നോക്ക്, രണ്ട് തിയറും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത്. അവിടെ പറഞ്ഞിരുന്നത് എന്താ? ഫസ്റ്റ് തിയറിൽ 7.2 പറഞ്ഞിരിക്കുന്നത് a1, a2, etc. am എന്ന് പറഞ്ഞാൽ f of z is equal to 0 എന്ന് പറഞ്ഞ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് a1, a2, etc. am ആണ് f of z minus alpha equal to 0 യുടെ സൊല്യൂഷൻ ആണ്, അല്ലേ? അപ്പൊ അവിടെ ശരിക്കും f of z എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വരെ എന്ത് റീപ്ലേസ് ചെയ്തു? f of z minus alpha റീപ്ലേസ് ചെയ്താൽ മതി. ക്ലിയർ ആയോ? ഇവിടെ നോക്കിയേ, ഇവിടെ ഈ പറഞ്ഞ ഫംഗ്ഷൻ, ഈ പറഞ്ഞ പോയിന്റ്സ് ഇല്ലേ, ഇവിടെ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം എന്താണ്? എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സീറോയുടെ അകത്ത് സെഡ്, ഇതിന്റെ സൊല്യൂഷൻസ് ആണ്, അല്ലെ? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എഫ് ഓഫ് സെഡ് മൈനസ് ആൽഫ ഈക്വൽ ടു സീറോയുടെ സൊല്യൂഷൻസ് ആണ് a1, a2, etc. അതാണ് വ്യത്യാസം. അപ്പൊ അവിടെ എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് സെഡിന് പകരം എഫ് ഓഫ് സെഡ് മൈനസ് ആൽഫ റീപ്ലേസ് ചെയ്യും. അപ്പൊ അതിന്റെ മുകൾ ഭാഗം എന്താ സംഭവിക്കുന്നത്? എഫ് ഓഫ് സെഡ് മൈനസ് ആൽഫയുടെ ഡെറിവേറ്റീവ് ആണ് വേണ്ടി വരുന്നത്, അല്ലേ? എഫ് ഓഫ് സെഡ് മൈനസ് ആൽഫയുടെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് സെഡ് തന്നെയാണ്, അത് ആൽഫ കോൺസ്റ്റന്റ്. ഇങ്ങനെ റീപ്ലേസ് ചെയ്യും. സോ യു ജസ്റ്റ് ഹാവ് ടു replace f of z with f of z minus a derivative z. അടുത്തൊരു ക്വസ്റ്റ്യൻ, നമ്മളതിന്റെ നോട്ട്സ് എഴുതണം. അതോ അവസാനം പറഞ്ഞിട്ട് അടുത്ത ഒരു ഇല്ലസ്ട്രേഷൻ നോക്കിയാൽ ഈ ഒരു ഇന്റഗ്രൽ ഓവർ 2z plus 1 by z square plus z plus 1.
ഇലസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് ഇപ്പൊ പറഞ്ഞ തിയറം നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രശ്നം. ആണോ? മോഡ് സെറ്റ് ഈസ് ഈക്വൽ ടു 2ന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ ആണോ ഇത്? It is a circle with center, origin and radius 2. അത് ഈ ഫംഗ്ഷൻ ഇന്റഗ്രലിനുള്ളിലുള്ള ഫംഗ്ഷൻ കാണുമ്പോഴേ ഒന്ന് നോക്കിയേ, താഴത്തെ ഫംഗ്ഷൻ ഉണ്ടാവും സെറ്റ് സ്ക്വയർ പ്ലസ് എ പ്ലസ് 1. മേളത്തെ ഫംഗ്ഷൻ നോക്കിയേ, അതിന്റെ അത് അങ്ങനെയുള്ള ഫംഗ്ഷൻ കാണുമ്പോഴേ നമുക്ക് ഓർത്തോണം നമ്മളിപ്പോ പറഞ്ഞു ചില ടെക്സ്റ്റുകളിൽ ആർഗ്യുമെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയാറുണ്ട്. ഈ തിയറം ഡിഗ്രി പഠിച്ചിട്ടുണ്ടോ? ഈ തിയറം അങ്ങനെ യൂസ് ചെയ്യും. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ട ബേസിക്കലി ഇവിടെ? എന്ത് ചെയ്താൽ മതി? അതായത് ഈ ഇന്റർഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പകരം എന്ത് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഈ അതിന്റെ താഴെ ഇരിക്കുന്നു അല്ലെ, അതായത് ആ പറഞ്ഞ ഫംഗ്ഷന്റെ താഴെ ഇരിക്കുന്ന ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ഫംഗ്ഷന്റെ സീറോസ് കണ്ടുപിടിച്ചിട്ട് അവരുടെ വൈൻഡിങ് നമ്പർ കണ്ടുപിടിച്ചിട്ട് അത് സം ചെയ്യാൻ ഇൻടു 2π കൊടുക്കും. അതായിരിക്കും ആൻസർ. എളുപ്പമല്ലേ ചെയ്യും? അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ എന്താ ചെയ്യണ്ടേ? സെറ്റ് സ്ക്വയർ പ്ലസ് സെറ്റ് പ്ലസ് 1ന്റെ സീറോസ് കണ്ടുപിടിക്കും. സെറ്റ് സ്ക്വയർ പ്ലസ് സെറ്റ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോംസ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സെറ്റ് ക്യൂബ് മൈനസ് 1. സെറ്റ് ക്യൂബ് മൈനസ് 1നെ നിങ്ങൾ ഇങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യുക അല്ലേ? ഇങ്ങനെയാണോ? a cube minus b cube is equal to a minus b into a square plus ab plus ab plus sorry b square അല്ലേ? ഇവിടെ b എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്. അല്ലേ? അപ്പൊ ഈ സെറ്റ് സ്ക്വയർ പ്ലസ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? set cube minus 1 എന്ന് പറഞ്ഞാൽ set cube minus 1 is equal to 0. എന്ന് പറഞ്ഞാൽ set cube is equal to 1. നമ്മൾ കണ്ടുപിടിക്കേണ്ട ജസ്റ്റ് ചുമ്മാ ആലോചിക്കാം. set cube is equal to 1 എന്ന് പറഞ്ഞ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്തൊക്കെയാണ്? അത് എന്താ പറയുന്നത്? set cube is equal to 1 എന്ന സൊല്യൂഷൻ ആയ x cube is equal to 1 എന്നുള്ള സൊല്യൂഷൻ cube roots of unity എന്നാണ് പറയുന്നത്. പറയാറുണ്ട്. അപ്പൊ അതിനകത്ത് ഒരാൾ അത് കഴിഞ്ഞ് അപ്പൊ നമുക്ക് ഇതിനെ എക്സാക്ട്ലി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നും പറഞ്ഞു. അപ്പൊ ഇപ്പൊ പറഞ്ഞ വണ്ണില്ല, ആ വണ്ണ് എങ്ങനെയാ വരുന്നത്? ഈ പറഞ്ഞ സെറ്റ് മൈനസ് 1നകത്ത് നമ്മൾ z1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് 0 ആയി പോകുന്നത്. പിന്നെ ആരുണ്ട്? പിന്നെ എത്ര പേരുടെ വേണം? 2 പേരുടെ വേണം. അത് എവിടെയാണ് നിൽക്കുന്നത്? ഫീൽഡിലാണ് നിൽക്കുന്നത്, കോംപ്ലക്സ് ലൈനിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും അല്ലെ സെറ്റ് ക്യൂബ് 1 എത്ര റൂട്ട്സ് ഉണ്ട്? 3 റൂട്ട്സ് എന്തായാലും ഉണ്ടാവും. കോംപ്ലക്സ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കംപ്ലീറ്റ് അല്ലേ, കംപ്ലീറ്റ് ഫീൽഡ് ആണ്. അപ്പം ഏത് പോളിനോമിയലും എന്തുണ്ടാവും? അറ്റ്മോസ്റ്റ് n ഡിഗ്രി പോളിനോമിയൽ അറ്റ്മോസ്റ്റ് n റൂട്ട്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ 1 ഉണ്ട്, പിന്നെ ബാക്കി എത്ര പേരുണ്ട്? 2 പേര്. ആ 2 പേര് ആരുടെ റൂട്ട്സ് ആയിരിക്കും? സെറ്റ് സ്ക്വയർ പ്ലസ് സെറ്റ് പ്ലസ് 1ന്റെ റൂട്ട് ആയി പറ്റും, കാരണം 1 is already completed. അപ്പൊ ആരാണ് ശരിക്കും സെറ്റ് സ്ക്വയർ പ്ലസ് സെറ്റ് പ്ലസ് 1ന്റെ റൂട്ട്സ്? ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റിക്ക് അല്ലാതെ റിയൽ അല്ലാത്ത ആൾക്കാർ.
ഇതിന്റെ വാല്യൂ ചുമ്മാ കണ്ടുപിടിക്കാം. B square minus B plus or minus another alternative minus B plus or minus root of അവരെ നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുക omega 1 omega 2 എന്നാണ്. ഇവരൊക്കെയാണ് അവരുടെ റൂട്ട്സ്. omega 1 omega 2 അവരുടെ മോഡുലസ് എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? എന്തുകൊണ്ടാണ് വന്നത്? സെൽ ക്യൂബ് ഇസ് ഈക്വൽ ടു 1 ന്റെ സൊല്യൂഷൻസ് അല്ലേ omega 1 omega 2. അപ്പോൾ മോഡുലസ് ഓഫ് സെൽ ക്യൂബ് എന്ന് പറഞ്ഞാൽ equal to 1. That means mod z is equal to 1. അപ്പോൾ അത് സാറ്റിസ്ഫൈ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യും. അത് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ ഒരു കാര്യത്തിനാണ്. ഇപ്പോ ഇതാണ് നമ്മുടെ യൂണിറ്റ് സർക്കിൾ എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ 1 ഇവിടെ ഇരിക്കുന്നു. ഈ നമ്മുടെ സ്ക്വയർ റൂട്ട്സ് ഓഫ് യൂണിറ്റി, ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി, ഫോർത്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞവരെല്ലാവരും ശരിക്കും എവിടെ ഇരിക്കുന്നത്? ഈ യൂണിറ്റ് സർക്കിളാണ് ഇരിക്കുന്നത്. അല്ലേ? അപ്പോ ഈ പറഞ്ഞ omega 1 omega 2 ഇവിടെ ഇരിക്കുന്നത് ഇപ്പൊ സപ്പോസ് സ്ക്വയർ റൂട്ട്സ് ഓഫ് യൂണിറ്റി ആണെങ്കിലോ എന്തൊക്കെയായിരിക്കും അതിന്റെ സൊല്യൂഷൻ? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 സൊല്യൂഷൻ എന്തൊക്കെയാണ്? 1 മൈനസ് 1 അല്ലേ? അപ്പം സ്ക്വയർ റൂട്ട്സ് ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവാം. അപ്പൊ എന്താ ഇവിടെ സംഭവിച്ചതെന്ന് ആലോചിക്കും. ഈ യൂണിറ്റ് സർക്കിളിനെ ശരിക്കും പറഞ്ഞാൽ എക്സാക്ട്ലി 2 ഹാഫ് സൈഡ് ഡിവൈഡ് ചെയ്ത് മറ്റേ സൈഡിലുള്ളതാണ് 1. അപ്പോൾ പോസിബിളി എന്തായിരിക്കും ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ എക്സാക്ട്ലി, അപ്പൊ മറ്റേ 180 ഡിഗ്രി ആണ് ഡിവൈഡ് ചെയ്തത്. അപ്പൊ ഇത് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യണം? ഒരു പോയിന്റിന്റെ ചുറ്റുമുള്ള ഡിഗ്രി 360 ആണ്. അപ്പൊ 360/3 എന്ന് പറയുന്നത് 120 ഡിഗ്രി വെച്ച് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്താൽ മതി. അപ്പം ഇവിടെ അപ്പോ ഇവിടെ ആയിരിക്കും ആരുണ്ടാവുക? ആദ്യത്തെ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റ്. പിന്നെ നമ്മൾ 120 പോവാ, ഇവിടെ ആയിരിക്കും അതിനെ നമ്മൾ എക്സാക്ട്ലി 360/4 90 ഡിഗ്രി വെച്ചിട്ടായിരിക്കും നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എക്സാക്ട്ലി കിട്ടും ഏതൊക്കെയാണ്? 1i -1 ഏത് റൂട്ട് ഓഫ് യൂണിറ്റി, nth റൂട്ട് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ 360നെ n വെച്ച് ഡിവൈഡ് ചെയ്ത് അത്ര ആംഗിൾസ് ആയിട്ട് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ആംഗിളുകൾ എത്ര പോയിന്റ് ആണ് പറഞ്ഞ. ഓക്കെ, അപ്പോ അതിനെ പറ്റി മനസ്സിലായല്ലോ. അപ്പൊ അതിന്റെ മോഡുലസ് ഈക്വൽ ടു 1 ആണ്. ഇപ്പൊ നമ്മുടെ തിയറം വെച്ചിട്ട് ഇങ്ങനെ പറയാം അല്ലെ? എക്സാക്ട്ലി 2 റൂട്ട്സ് അല്ലേ ഉണ്ടാവുക ആർക്ക്? ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ഫംഗ്ഷൻ അല്ലെ? ഇനി n ഗാമ w1 n ഗാമ w2 നെ പറ്റി നിങ്ങൾക്ക് ലോജിക്കലി എന്താ തോന്നുന്നു? ഇവിടെയാണ് ഇതിനകത്തെ ഹിന്റ്. ഗാമ എന്താ?
equal to 2. അതായത് ഒറിജിൻ സെന്റർ 2 റേഡിയസ് ഉള്ളതായിട്ടുള്ള ഒരു കർവാണ് നമ്മുടെ ഗാമ. അപ്പോൾ ഞാൻ അല്ലേ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഗാമ. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി ഗാമ വൈൻഡിംഗ് നമ്പർ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഫിഗറിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഫിഗറിൽ എങ്ങനെ വൈൻഡിംഗ് നമ്പർ കണ്ടുപിടിക്കുന്നത്. വൈൻഡിംഗ് നമ്പർ എന്ന് വെച്ചാൽ എന്താ, ഒരു ക്ലോസ്ഡ് കർവ് ഉണ്ട്, ആ ക്ലോസ്ഡ് കർവിന്റെ അകത്താണ് നമ്മുടെ പോയിന്റ് ഉള്ളത്. ഒരു പ്രാവശ്യമാണ് ആ പറയുന്ന കർവ് അതിനെ വൈൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചുറ്റുന്നതെങ്കിൽ വൈൻഡിംഗ് നമ്പർ 1 ആയിരിക്കും. ഇനി സപ്പോസ് ഈ പറയുന്ന പോയിന്റ് ഈ പറഞ്ഞ കർവിന്റെ പുറത്താണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ വൈൻഡിംഗ് നമ്പർ 0 ആയിരിക്കും. ഒരു എക്സാമ്പിൾ വന്നാൽ സപ്പോസ് ഇത് ഇങ്ങനെയാണ് എൻ്റെ കർവ് എന്ന് വിചാരിക്കുക, പോയിന്റ് ഇവിടെ ആണെന്ന് വിചാരിക്കുക, ഇതാണ് നമ്മുടെ എ, ഇതാണ് എൻ്റെ ഗാമ ഇപ്പൊ വരച്ചത്. അപ്പൊ എൻ ഗാമ എ എന്തായിരിക്കും? അത് ശ്രദ്ധിക്കണം. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തില്ലേ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയിട്ട് 1 2, അത് ക്ലിയർ ആയില്ലല്ലേ. ഇവിടെ ഇപ്പൊ ഈ കർവ് എങ്ങനെ പോയത്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്നു, പിന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ വന്നു, പിന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ വന്നു. അതായത് എ എന്ന് പറയുന്ന പോയിന്റിന്റെ ചുറ്റും 2 പ്രാവശ്യമാണ് ആ കർവ് ചുറ്റിയത്. അപ്പോൾ വൈൻഡിങ് നമ്പർ 2 ആയിരിക്കും. മനസ്സിലായോ? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാതെ നമ്മളത് ഒബ്സർവ് ചെയ്യുന്ന അങ്ങനെ. അപ്പൊ ഇവിടെ സംഭവിച്ചു നോക്കിയേ, ഇവിടെ ഗാമ എന്താ, ഗാമ ഇതല്ലേ, ഈ പുറത്തുള്ള കർവ് അല്ലേ. നമ്മുടെ W1 എവിടെ ഇരിക്കുന്നേ, ഇവിടെ അല്ലേ ഇരിക്കുന്നേ, W2 ഇരിക്കുന്ന ഇവിടെ അല്ലേ. അപ്പൊ ഈ ഗാമ എത്ര പ്രാവശ്യം W1ന്റെ ചുറ്റും കറങ്ങി? ഒരു പ്രാവശ്യം. W2ന്റെ ചുറ്റും ഗാമ ഒരു പ്രാവശ്യം. ഇനി സപ്പോസ് ഞാൻ നിങ്ങൾക്ക് ചുമ്മാ പറയുക, ഈ 0 to 2πക്ക് പകരം 0 to 4π ആണെന്ന് വിചാരിക്കുക. അതായത് ഈ പറഞ്ഞ ഗാമ ഒരു പ്രാവശ്യം ഇങ്ങനെ പോയി, പിന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ പോകും. അങ്ങനെ വരുമ്പോൾ വൈൻഡിങ് നമ്പർ എത്രയോ? 2 ആകും. മനസ്സിലായോ പറഞ്ഞേ? ഈ ഫിഗറിൽ നിന്ന് ക്ലിയർ ആയോ? ഇവിടെ ആ പോയിന്റ് എങ്കിലോ വൈൻഡിങ് നമ്പർ 1 ആയിരിക്കും. രണ്ട് ഇവിടെ ആണെങ്കിലോ വൈൻഡിങ് നമ്പർ 3 ആയിരിക്കും. ഇനി ഇതിന്റെ പുറത്താണെങ്കിൽ വൈൻഡിങ് നമ്പർ 0 ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പോ ജനറലി നമുക്ക് വൈൻഡിങ് നമ്പർ ഫോർമുലയുണ്ട്, പക്ഷെ ഇങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട, ആ ഫോർമുല എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 2πi into 1 plus 1. മനസ്സിലായോ? അപ്പൊ 2πi into 2 which is equal to 4π. അടുത്ത 7.4 നോക്കാം. അതിന് മുന്നേ നമുക്ക് ഈ തിയറം നോക്കാം, ഓപ്പൺ മാപ്പിംഗ് തിയറം. 7.1ന്റെ 7.4ന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു. സ്റ്റേറ്റ്മെന്റ് suppose f is analytic in VA and alpha is equal to f of A. അതിന്റെ അർത്ഥം എന്താ? ആൽഫ is equal to f of A എന്നതിന്റെ അർത്ഥം എന്താ? f of z minus ആൽഫ എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഒരു സീറോയാണ് ആര്? A. മനസ്സിലായോ? A അതിനകത്ത് f of z minus ആൽഫയ്ക്കകത്ത് A ഇട്ട് കൊടുക്കുമ്പോൾ that function is becoming 0. കാണുന്നു. So if f of z minus alpha has a 0 of order m
at z is equal to അതിന്റെ അർത്ഥം എന്താ f of z minus alpha എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ എഴുതുകയാണെങ്കിൽ അതിനെ നമുക്ക് z minus a the whole raised to m into വേറെ അനലിറ്റിക് ഫംഗ്ഷൻ എഴുതാൻ അങ്ങനെ ഒരവസ്ഥ ഉണ്ടെങ്കിൽ അതായത് ബേസിക്കലി ഇവിടെ പറഞ്ഞു ഇത്രയേ ഉള്ളൂ f of z minus alpha has a zero of order m അല്ലെങ്കിൽ z minus a നമുക്ക് f of z minus alphയുടെ ഫാക്ടർ ആയിട്ട് ചെയ്യാൻ പറ്റും then there is an epsilon and delta greater than 0 such that whenever theta minus alpha, modulus of theta minus alpha is strictly less than delta, the equation f of z is equal to theta has exactly m simple roots inside dA epsilon. എന്താണ് സ്റ്റേറ്റ്മെന്റ് ഹൈപ്പോത്തസിസ് മനസ്സിലായോ ഇവിടെ പറയാം f of z minus alpha ഇവിടെ പറഞ്ഞിരിക്കുന്നു നോക്കിയേ ആൽഫ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതായത് എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു ആൽഫ എന്ന് പറഞ്ഞ ഇക്വേഷനിൽ എ ഇട്ട് കൊടുക്കുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നല്ലേ എൻ്റെ അർത്ഥം അപ്പൊ അതിന്റെ അർത്ഥം എഫ് ഓഫ് സെഡ് മൈനസ് ആൽഫ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ എഫ് ഓഫ് എ മൈനസ് ആൽഫ എന്താണ് അതിന്റെ അർത്ഥം 0 ആണ് ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ ഈ എഫ് ഓഫ് സെഡ് മൈനസ് ആൽഫനെ നമുക്ക് ഉറപ്പായിട്ടും സെറ്റ് മൈനസ് എ എന്ന് പറഞ്ഞ ഫാക്ടർ അതിനകത്ത് നിന്ന് പുറത്തെടുക്കാം അല്ലെ കൂടാതെ നമുക്ക് തന്നിട്ടുണ്ട് അത് ജസ്റ്റ് അതിന്റെ ഒരു പ്രാവശ്യമല്ല ഫാക്ടറിനെ പുറത്തെടുക്കാൻ പറ്റുന്നത് m ടൈംസ് എടുക്കാം എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഓർഡർ m ആണ് അപ്പോൾ സെറ്റ് മൈനസ് എ ഹോൾ റേസ് ടു m ഇൻറ്റു സം g ഓഫ് സെറ്റ് എന്തെങ്കിലും ആയിക്കോട്ടെ where there is no more set minus a factors which can be taken out of set g of z അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ ഈ സീറ്റ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ സെറ്റ് മൈനസ് സീറ്റ മോഡുലസ് ഓഫ് സെറ്റ് മൈനസ് ആൽഫ എന്ന് പറയുന്നതിന് വരെ സീറ്റ എന്ന് ഉപയോഗിച്ചു അപ്പം ഈ സീറ്റ മൈനസ് ആൽഫ സ്ട്രിക്ട്ലി ലെസ് ദാൻ ഡെൽറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ ഈ പറഞ്ഞ ഇത് ഒരു ആൽഫ എന്ന് വെച്ചു ഇവിടെ ആൽഫ എന്ന് പറയുന്നത് നോക്കിയേ എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു ആൽഫ അല്ലേ അപ്പൊ അതിന്റെ അർത്ഥം ഫംഗ്ഷന്റെ റേഞ്ച് ഉള്ള സെറ്റിലാണല്ലോ ഈ പറഞ്ഞ ആൽഫ ഉണ്ടാവുക ഓക്കെ അപ്പൊ ഈ ആൽഫ ഇവിടെയാണെന്ന് ഇരിക്കട്ടെ അപ്പൊ ഈ ആൽഫയുടെ ഒരു ബൗണ്ടറി എടുക്കുന്നു ഓക്കെ ആ ബൗണ്ടറിയുടെ റേഡിയസ് തന്നിരിക്കുന്നത് ഡെൽറ്റ ഓക്കെ ഈ പറഞ്ഞ സീറ്റ എവിടെ നിന്നാണ് വരുന്നത് ഈ പറഞ്ഞ ബോളിന്റെ ഉള്ളിൽ നിന്നാണെന്ന് അതിന്റെ അർത്ഥം അല്ലേ മോഡുലസ് ഓഫ് അല്ലേ അതിന്റെ അർത്ഥം ഇതിന്റെ അർത്ഥം എന്താ മോഡുലസ് ഓഫ് സീറ്റ മൈനസ് ആൽഫ സ്ട്രിക്ട്ലി ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ ഡെൽറ്റ എന്നാണ് അപ്പൊ അങ്ങനെയുള്ള പോസിബിൾ ആയിട്ടുള്ള സെറ്റാണ് ഇത് ഓക്കെ ഇനി എന്താ ഇനിയിപ്പോ എന്താ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട് ആൻഡ് ഫോർ ഈ പറഞ്ഞ ബോളില് ദ ഇക്വേഷൻ f of z is equal to theta. ഈ theta എന്ന് പറഞ്ഞ ആരാ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ f of z minus ആൽഫയുടെ ആൽഫ ഇല്ലേ ആ ആൽഫയുടെ വളരെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന ആളാണ് theta. ഓക്കെ അപ്പൊ നമ്മൾ പുതിയൊരു ഫംഗ്ഷനെ എപ്പോൾ പറയുന്നു പുതിയ ഫംഗ്ഷൻ എന്താ പറഞ്ഞിരിക്കുന്നത് f of z minus theta നേരത്തെ പറഞ്ഞ f of z minus ആൽഫ ഈ theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഓക്കെ എന്താ അവിടെ കൺക്ലൂഷൻ പറഞ്ഞിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉള്ള കൺക്ലൂഷനാണ് ഇക്വേഷൻ എഫ് ഓഫ് സെഡ് മൈനസ് സീറ്റ ഈസ് ഈക്വൽ ടു 0 ഹാസ് എക്സാക്ട്ലി m സിമ്പിൾ റൂട്ട്സ് ഇൻസൈഡ് എവിടെയാണ് ബി ഓഫ് അപ്പൊ സൈമൾട്ടേനിയസ് ആയിട്ട് ഒരു f of z minus alpha has an order as a zero of order n and z is equal to a നമ്മൾ എടുത്തിട്ടുണ്ട് ഉടനെ നമുക്ക് കണ്ടുപിടിക്കാം ഒരു എപ്സിലോണും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റയും such that whenever we have a theta
which is very close to alpha. Okay. Then we can say that f of z minus eta will have exactly m simple roots in എവിടെ b a of x. ഇവിടെ a എന്ന് പറഞ്ഞാൽ എന്താ? a എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഫംഗ്ഷന്റെ സീറോ ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണ്. അത്രയും മതി. പിന്നെ പ്രൂവ് ചെയ്യാതെ അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ ഒന്ന് റീഡ് ചെയ്യും. സിമ്പിൾ റൂട്ട് എന്താ? സിമ്പിൾ റൂട്ടിന്റെ മൾട്ടിപ്ലിസിറ്റി 1 ആണ്. ഈ ഓർഡർ 1 ആണ്. ഇത് ശരിയാണോ? എങ്ങനെ പ്രൂവ് ചെയ്യും? ഒന്ന് പ്രൂവ് ചെയ്യാൻ മനസ്സിലായോ? എന്താണ് നമുക്ക് ആവശ്യമുള്ളത്? അതിനാവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതിനെന്ത് ചെയ്താൽ മതി? അതിനകത്തുള്ളവരെ നമ്മൾ കാണിച്ചാൽ മതി. ബി ആൽഫ ഡെൽറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? A belongs to B alpha delta. ഇതിന്റെ അർത്ഥം എന്താ? അല്ലെങ്കിൽ എ എടുക്കേണ്ടത് സീറ്റ എന്ന് എടുക്കാം. സീറ്റ. ഓക്കെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? മോഡുലസ് ഓഫ് സീറ്റ മൈനസ് ആൽഫ സ്ട്രിക്ട്ലി ലെസ് ദാൻ ഡെൽറ്റ. എന്താ നമുക്ക് കാണിക്കേണ്ടത്? ഇത് എവിടെയുള്ളതാണ്? ബി ആൽഫ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ബി എ എപ്സിലന്റെ അകത്ത് ഉണ്ട് എന്നാണ് കാണിക്കേണ്ടത്. അതായത് ഈ പറഞ്ഞ സീറ്റ ക്യാൻ ബി റിട്ടൺ ആസ് എഫ് ഓഫ് സംതിങ് വേർ ദിസ് സംതിങ് എന്ന് പറഞ്ഞാൽ എവിടെ എന്തായിരിക്കണം? ക്ലിയർ ആവുന്നില്ലേ? എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? ഓക്കെ, പ്രൂവ് ചെയ്യേണ്ടത് ഇതല്ലേ? അപ്പൊ ഇത് അസ്യൂം ചെയ്യും സീറ്റ ഈസ് എലമെന്റ് ഓഫ് ഇത്. അപ്പൊ ഇങ്ങനെ ആയിരിക്കുമല്ലോ. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് ഞാൻ ചോദിച്ചത്? പ്രൂവ് ചെയ്യേണ്ടത് എന്താ വേണ്ടത്? സീറ്റ എവിടെയുണ്ടെന്ന് കാണിക്കണം. സീറ്റ നമുക്ക് എഫ് ഓഫ് ബി എ എപ്സിലന്റെ അകത്തുണ്ടെന്ന് കാണിക്കണം. അതായത് നമുക്ക് കാണിക്കേണ്ടത് സീറ്റ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സം വാല്യൂ അല്ലെ? ഞാൻ അതിനെ ഒരു സെഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, വേർ സെഡ് ബിലോങ്സ് ടു ബി എ ഓഫ് എപ്സിലൺ, അല്ലെങ്കിൽ ടു ബി പ്രിസൈസ് സീറ്റ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് വേർ മോഡുലസ് ഓഫ് സെറ്റ് മൈനസ് എ. കറക്റ്റ്. സെറ്റ് മൈനസ് എ is strictly less than epsilon. നോക്കിക്കേ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ എഴുതാൻ പറ്റുമോ? അതായത് ഈ തിയറം തന്നെ ഉപയോഗിച്ചാൽ മതി. ഈ തിയറം കണ്ടോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. ഉണ്ടോ? ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ
when this is happening, f of z is equal to theta has exactly m simple roots in VA of epsilon. അതായത് f of z is equal to theta ആണ് z ഈ പറഞ്ഞ ഇതിനകത്തുണ്ടെങ്കിൽ അതിനകത്ത് m സിമ്പിൾ റൂട്ട്സ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെ ഉറപ്പായിട്ടും എങ്ങനെ എഴുതാം? സീറ്റ ഈസ് ഈക്വൽ ടു ആ എമ്മിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമായിട്ടെങ്കിലും എഴുതാം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതാണ് കാര്യം. അതിന്റെ പ്രൂഫ് ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. ഈ പറഞ്ഞ ഒരു കാര്യം വെച്ചിട്ടാണ്, വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ പറഞ്ഞ ആ ഒരു തിയറം വെച്ചിട്ട് ഈ പറഞ്ഞ ഓപ്പൺ മാപ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓപ്പൺ മാപ്പിംഗ് തിയറി നമ്മൾ ഈ ഫംഗ്ഷനിൽ പഠിക്കുമ്പോൾ അത് പഠിക്കും, റിയൽ പഠിക്കുമ്പോൾ അത് പഠിക്കും. റിയൽ ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ടാവുന്നുണ്ട്. ഓപ്പൺ മാപ്പിംഗ് തിയറി അതായത് ഒരു കണ്ടിന്യൂസ് മാപ്പ് ഓപ്പൺ സെറ്റിനെ ഒരു ഓപ്പൺ സെറ്റിലോട്ടായിരിക്കും മാപ്പ് ചെയ്യും. പല സ്ഥലത്ത് പല രീതിയിലായിരിക്കും പോകും. ഇവിടെ നമുക്ക് എങ്ങനെ open mapping theorem. Let G be a region and suppose that f is a non-constant analytic function in G. Then for any open set U in G, f of U is open. That's statement. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടേ? എഫ് ഓഫ് യു ഓപ്പൺ ആണെന്ന് കാണിക്കണം. ബേസിക്കലി നമ്മൾ ഒരു ഓപ്പൺ സെറ്റ് യു എടുക്കും, നമ്മൾ കാണിക്കേണ്ടത് എഫ് ഓഫ് യു ഓപ്പൺ ആണെന്നാണ്. ഒരു ടോപ്പോളജിക്കൽ സ്പേസിന്റെ ഒരു സബ്സെറ്റ് ഓപ്പൺ ആണെന്ന് കാണിക്കണം. ആ സെറ്റിന്റെ ഉള്ളിലുള്ള ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ബോൾ ആ സെറ്റിന്റെ ഉള്ളിൽ ഉണ്ടാവും. അത് നമ്മൾ ചെയ്യാം, അത്ര ചെയ്യും. അതിനുവേണ്ടി എന്ത് ചെയ്യാം? ലെറ്റ് യു സബ്സെറ്റ് ഓഫ് ജി ബി ഓപ്പൺ എടുത്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഓപ്പൺ ആണെന്ന് കാണേണ്ട ആൾ എഫ് ഓഫ് യു ആണ്. അപ്പൊ നമ്മൾ അതിനകത്ത് നിന്ന് ആർബിട്രറി ആയിട്ടൊരു പോയിന്റ് എടുത്തു. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ ആൽഫ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ബോൾ ഈ പറഞ്ഞ എഫ് ഓഫ് യുവിന്റെ ഉള്ളിലുണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ എ. ഓക്കെ, അപ്പൊ ഇവിടെ ആൽഫ എഫ് ഓഫ് യുവിലായതുകൊണ്ട് ഉറപ്പായിട്ടും ആൽഫ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ ഫോർ സം എ ബിലോങ്സ് ടു യു. ഇനി യു എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സെറ്റ് ആണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ എ എവിടെയാ ഉള്ളത്? ഈ പറഞ്ഞ എ ഉള്ളത് യുവിലല്ലേ? അപ്പൊ യുവിലുള്ള ഏത് ആർബിട്രറി പോയിന്റ് എടുത്താലും ആ പോയിന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ബോൾ യുവിന്റെ ഉള്ളിൽ ഉണ്ടാവും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സിൻസ് യു ഈസ് ഓപ്പൺ ആൻഡ് എ ബിലോങ്സ് ടു യു, there exists an epsilon greater than 0 such that VA epsilon is completely contained in U. VA epsilon എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, it is an open ball centered at A with an epsilon radius. അങ്ങനെ ഒരു എപ്സിലൺ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു എപ്സിലൺ കിട്ടിയല്ലോ യുവിന്റെ അകത്തുള്ള. ഈ എപ്സിലൺ നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ. ആൻഡ് ഒരു ഡെൽറ്റ എല്ലാം ഒരു ഡെൽറ്റയും കൂടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ ആൻഡ് വി ആർ ടേക്കിംഗ് ഓക്കെ, അപ്പൊ നമ്മുടെ ഈ തിയറം പറഞ്ഞത് എന്താ? നമ്മൾ ഇപ്പം മനസ്സിലാക്കിയ തിയറം എന്താണ് പറഞ്ഞത്? എഫ് ഫോർ അനലിറ്റിക് ഫംഗ്ഷൻ ഇൻ ബി എ ആർ ആൽഫ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ. അതിൻ്റെ ഒരു ഓർഡർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലേ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ ഇവിടെ നോക്കിക്കേ, ഇവിടെ ആൽഫ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് പറഞ്ഞ സംഭവം വന്നു അല്ലേ? അപ്പോ ഈ എ എന്ന് പറയുന്ന പോയിന്റ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ആൽഫയുടെ ഒരു 0 ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അതിന്റെ ഓർഡർ എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നേരത്തെ തിയറം നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്യും. ഓക്കെ, ഹോൾഡ് ചെയ്തുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്ത കാര്യം സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഇതാണ് there exists an epsilon and delta എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ ഇവിടെ ഈ കറസ്പോണ്ടിങ് എപ്സൈലൺ നമ്മൾ ചൂസ് ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ഒരു ഡെൽറ്റയും ചൂസ് ചെയ്തു. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും.
ഓക്കെ. ഇനി ഈ ബി ഡെൽറ്റ ബി ആൽഫ ഡെൽറ്റ എന്ന് പറയുന്നത് എഫ് ബി എ എപ്സൈലിന്റെ ഉള്ളിലാണ്. ഇനി ബി എ എപ്സൈൽ എന്ന് പറഞ്ഞ യുവിന്റെ ഉള്ളിലാണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് ബി ആൽഫ ഡെൽറ്റ. എഴുതിയതിന് എങ്ങനെ നൊട്ടേറ്റ് ചെയ്തത് എനിക്ക് കംഫർട്ടബിൾ ആണല്ലോ. ബി ആൽഫ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എവിടെയാണ് കിട്ടിയത്? എഫ് ഓഫ് യുയിലാണ് കിട്ടിയത്. അപ്പൊ നമ്മൾ ആർബിട്രറി ആയിട്ട് ഒരു ആൽഫ ചൂസ് ചെയ്തപ്പോൾ we were able to find a delta such that b alpha delta എന്ന് പറയുന്ന ഓപ്പൺ ബോൾ is completely contained in f of u. That means f of u is in corollary 7.6 ആണ് അവിടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. Suppose f from g to c is 1 analytic such that f of g is equal to omega, then അപ്പോൾ അവിടെ നമുക്ക് പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഫംഗ്ഷൻ 1 ആവുകയും അനലിറ്റിക് ആവുകയും എഫ് ഓഫ് ജി എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ എഫ് ഇൻവേഴ്സ് അനലിറ്റിക് ആവുന്നതാണ് പറയുന്നത് അല്ലേ? ഒരു യൂസ്ഫുൾ സംഭവമല്ലേ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്? അനലിറ്റിക് ആണ്. കൂടാതെ എഫ് ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് കൂടെ പറയാം. എഫ് ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് എന്താ വന്നിരിക്കുന്നത്? ക്ലിയർ ആയതാ അല്ലേ? വളരെ യൂസ്ഫുൾ അല്ലേ? എഫ് അനലിറ്റിക് ആണ്, എഫ് 1 ആണെന്നും കൂടെ ഉണ്ടെങ്കിൽ കൂടാതെ ഈ കാര്യം കൂടെ ഉണ്ട്. എഫ് ഓഫ് ജിയുടെ റേഞ്ച് അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ ഡിഫൈൻ ചെയ്താൽ മതി? ഈ ഒമേഗയായിട്ട് എന്ത് പറയാം? എഫ് ഓഫ് ജി വിളിച്ചാൽ മതി. എഫ് ഇൻവേഴ്സ് അങ്ങനെയാണോ ഡിഫറൻസ്? എഫ് ഓഫ് ജി സിയിലേക്കുള്ള ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കും. കൂടാതെ എഫ് അനലിറ്റിക് ആകുമ്പോൾ അതിനകത്ത് എന്താ? അതിനൊരു ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. ആ ഡെറിവേറ്റീവ് എന്നാണ് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഡാഷ് ഓഫ് w is equal to 1 divided by the derivative of f of z. f of z ന്റെ ഡെറിവേറ്റീവ് ഉണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാണ്? അത് അനലിറ്റിക് ആണ്. w is equal to ഇത് വളരെ സിമ്പിൾ ആണ്. ഈ പറഞ്ഞ ഓപ്പൺ മാപ്പിംഗ് തിയറത്തിന്റെ ഒരു അവിടെ ഫംഗ്ഷൻ അനലിറ്റിക് ആണ് 1 ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? ഓപ്പൺ മാപ്പിംഗ് തിയറം പറയുന്നത് എന്താ? ഫംഗ്ഷൻ അനലിറ്റിക്കും നോൺ കോൺസ്റ്റന്റ് ആവുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോൺ കോൺസ്റ്റന്റ് ആവുകയും കൂടി ചെയ്യുമ്പോഴാണ് ഓപ്പൺ ടു ഓപ്പൺ ആവുന്നത് അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് അനലിറ്റിക് ആണ് 1 ആണെന്ന് തന്നിട്ടുണ്ട്. 1 ആണെന്ന് തന്നിരുമ്പോൾ നമുക്ക് എന്ത് പറയാം? കോൺസ്റ്റന്റ് ആവില്ല ജനറലി. അതായത് 1 എലമെന്റ് സെറ്റ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ജനറൽ സെറ്റ് കോൺസ്റ്റന്റ് അല്ല. അപ്പൊ നമുക്കറിയാം ഓപ്പൺ സെറ്റിനെ ഓപ്പൺ സെറ്റിലേക്കാണ് മാപ്പ് ചെയ്തതെന്ന് അറിയാം. അപ്പൊ തന്നെ ഈ ജി എന്ന് പറയുന്ന സെറ്റ് ഈ ഡൊമൈൻ എപ്പോഴും എന്തായിട്ടാണ് നമ്മൾ എടുക്കുന്നത്? ഒരു റീജിയൻ ആണ്. റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓർമ്മയുണ്ടെങ്കിൽ ഇത് കിട്ടും. ഓപ്പൺ കണക്റ്റഡ് സെറ്റ് ആണ് ഒരു റീജിയൻ. നമ്മൾ എപ്പോഴും ഡൊമൈൻ ആയിട്ട് അനലിറ്റിക് ഫംഗ്ഷൻ എടുക്കുന്ന ഓപ്പൺ കണക്റ്റഡ് സെറ്റ് ആണ്. അപ്പൊ അതൊരു ഓപ്പൺ സെറ്റ് അല്ലേ? അപ്പൊ എഫ് ഓഫ് ജി ഈസ് ഈക്വൽ ടു ഒമേഗ എന്ന് പറയുന്നത് ഓപ്പൺ മാപ്പിംഗ് തിയറം വെച്ചിട്ട് സ്വാഭാവികമായും ഓപ്പൺ സെറ്റ് ആണ്. ശരി. അപ്പൊ എഫ് ഓഫ് യു ഓപ്പൺ ആയി അല്ലേ? എഫ് ഓഫ് യു നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടി. അപ്പൊ ഈ എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ മാപ്പ് എവിടുന്ന് എങ്ങോട്ടാ? എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ മാപ്പ് പറഞ്ഞേ. എഫ് ഇൻവേഴ്സ് എവിടുന്നാ? നമുക്ക് പറയാം എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഒരു കണ്ടിന്യൂസ് മാപ്പ് ആണെന്ന് പറയാൻ പറ്റുമോ? എഫ് ഇൻവേഴ്സ് ഒരു കണ്ടിന്യൂസ് മാപ്പ് ആണെന്ന് പറയാൻ പറ്റുമോ? എഫ് ഇൻവേഴ്സ് എവിടുന്ന് എങ്ങോട്ടാണ്? എഫ് ഇൻവേഴ്സ് ഒമേഗയിൽ സീലോട്ട് അല്ലെങ്കിൽ എഫ് ഓഫ് ജിയിൽ നിന്ന് സീലോട്ടുള്ള ഒരു മാപ്പാണ്. അപ്പോ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? എഫ് ഓഫ് യു എന്ന് പറയുന്നത് ഓപ്പൺ ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്.
എന്താ ശരിക്കും സംഭവിച്ചിരിക്കുന്നത്? എഫ് ഇൻവേഴ്സ് എഫ് ഓഫ് ജിയിൽ നിന്ന് സിയിലേക്കാണ്. ഇപ്പൊ എന്താ പറഞ്ഞേ? ഇപ്പൊ നമ്മൾ പറഞ്ഞത് എഫ് ഓഫ് യു ഓപ്പൺ ആണ് നമുക്കറിയാം. ഈ എഫ് ഓഫ് യു എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കുന്നത്? ഈ എഫ് ഓഫ് ജിയിലെ ഒരു സെറ്റ് ആണല്ലോ. എഫ് ഓഫ് ജിയിലെ ഒരു ആർബിട്രറി സെറ്റ് ആണ് എഫ് ഓഫ് യു ആണല്ലോ. അപ്പോ അല്ലെ എല്ലാ സെറ്റുകളും എഫ് ഓഫ് ജിയിൽ എങ്ങനെയാ ഉണ്ടാവുക? എഫ് ഓഫ് സംതിങ് ആയിട്ടല്ലേ കിടക്കാം. മനസ്സിലായോ? അപ്പൊ എഫ് ഓഫ് യു എന്ന് പറഞ്ഞ സംഭവം ഓപ്പൺ ആണ് നമുക്ക് ഉണ്ട്. അതെന്തുകൊണ്ടാണ് ഉള്ളത്? ഓപ്പൺ മാപ്പിംഗ് തിയറം വെച്ചാൽ നമുക്കുണ്ട്. അപ്പോ ഓക്കെ, അപ്പോ ഞാൻ ഈ എഫ് ഇൻവേഴ്സ് ഈ എഫ് ഓഫ് യുവിൽ അപ്ലൈ ചെയ്തു. അപ്പൊ അതെന്തായി? അത് യു ആണ് അല്ലേ? എവിടെയോ ഒരു കിളി പോയി. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് മാപ്പ് എങ്ങനെ കാണിക്കുന്നത്? ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് മാപ്പ് എങ്ങനെ പറയുന്നത്? റേഞ്ചിനകത്തെ ഒരു ഓപ്പൺ സെറ്റ് എടുത്താൽ എഫ് ഇൻവേഴ്സ് ഓഫ് ദാറ്റ് ഓപ്പൺ സെറ്റ് ഈസ് ഓപ്പൺ കാണിക്കുന്നത് ഈക്വലന്റ് കണ്ടീഷൻ ആണെന്നാണല്ലോ അല്ലേ? ഈക്വലന്റ് കണ്ടീഷൻ ആണോ? ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് then f inverse of an open set is open. f ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ inverse image of a open set will be open അല്ലേ? അതല്ല പറഞ്ഞു. f കണ്ടിന്യൂസ് ആണെങ്കിൽ f inverse of an open set open ആയിരിക്കും അല്ലേ? അപ്പോ എഫ് ഇൻവേഴ്സ് ഓപ്പൺ മാപ്പിംഗ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഓപ്പൺ മാപ്പിംഗ് തിയറം വെച്ചിട്ട് നമുക്ക് ഒമേഗ ഓപ്പൺ ആണെന്ന് പറയാം. എഫ് ഓഫ് ജി ഈസ് ഈക്വൽ ടു ഒമേഗ ഓപ്പൺ ആണെന്ന് പറയാം അല്ലേ? പിന്നെ എന്താണ് അവിടെ വ്യത്യാസം? എഫ് ഓഫ് യു ഓപ്പൺ ആണ്, എഫ് ഓഫ് യു മനസ്സിലായി. എഫ് ഓഫ് യു ഓപ്പൺ ആണ് അല്ലേ? അപ്പോ എഫ് ഇൻവേഴ്സ് ഇല്ല. So f of u is open will include ഓക്കെ ഇങ്ങനെയാണ്. എഫ് യുയിൽ അപ്ലൈ ചെയ്തപ്പോ നമുക്ക് എഫ് ഓഫ് യു കിട്ടി. എഫ് ഓഫ് യു ഓപ്പൺ ആണ് അല്ലേ? അപ്പൊ നമുക്ക് ബേസിക്കലി യു എന്ന് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് യു ആണ് അല്ലേ? അപ്പത്തേക്ക് നിങ്ങൾ ഈ പ്രപ്പോസിഷൻ 2.20 ഒന്ന് വായിച്ചു. നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ള തിയറം ആണ് ഈ പ്രപ്പോസിഷൻ 2.20.
എഫ് ഇൻവേഴ്സിന്റെ അവിടെ ഇത് ഓർത്താൽ മതി. ഇൻവേഴ്സ് ഇമേജ് ഓഫ് ആൻ ഓപ്പൺ സെറ്റ്. ഓപ്പൺ സെറ്റ് ഈസ് ഓപ്പൺ. അതിങ്ങനെ ഓർത്താൽ മതി, ഇതൊന്നും വേണ്ട. അതായത് എഫ് ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ആണ്, അത്രേ ഉള്ളൂ. അപ്പോ എഫ് ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് ഓഫ് യു എന്ന് പറയുന്നത് എഫ് ഓഫ് യു ആണ്, അത്രേ ഉള്ളൂ. അപ്പൊ യു നമ്മൾ ഓപ്പൺ ആയിട്ട് എടുത്താൽ യു നമ്മൾ എഫ് ഇൻവേഴ്സിന്റെ റേഞ്ചിൽ എടുക്കും. എഫ് ഇൻവേഴ്സ് ഓഫ് യു എന്ന് പറയുന്നത് എഫ് ഓഫ് യു എന്ന് പറയുന്നത് ഓപ്പൺ ആയിരിക്കും. മനസ്സിലായി? ക്ലിയർ ആയി? അതാണ് അവിടെ പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂസ് മാപ്പ് ആണെന്നാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ, ക്ലിയർ ആയില്ലെങ്കിൽ. ഓക്കെ, അപ്പോ എഫ് ഇൻവേഴ്സ് കണ്ടിന്യൂസ് മാപ്പ് ആണ്. ഇനിയും ഈ പറഞ്ഞ എഫ് ഓഫ് ജി ഇസ് ഈക്വൽ ടു ഒമേഗ ഓപ്പൺ ആണെന്ന് പറയും. ഇനി ഈ പറഞ്ഞ പ്രപ്പോസിഷൻ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയേ. ജിയും ഒമേഗയും ഓപ്പൺ സെറ്റ്സ് ആണ്. എഫും സ്മോൾ ജിക്ക് പകരം ഇവിടെ എന്തായിരിക്കും? എഫ് ഇൻവേഴ്സ് ആയിരിക്കും അല്ലേ? such that f of g is contained in omega എന്ന് പറയാം. നമുക്കത് ഈക്വൽ ടു തന്നെ. ആൻഡ് g of f of z is equal to z. ശരിയാണോ? അവിടെ f ഇൻവേഴ്സ് വരും. അപ്പോൾ എന്തായാലും it is happening for every set. If g is differentiable, f നമുക്ക് ഡിഫറൻഷ്യബിൾ ആണ് അല്ലേ? ആൻഡ് g dash of z not equal to 0. ശരിയാണോ? g dash of z not equal to 0 ആയിരിക്കും. g dash of z 0 ആയിരിക്കും. കോൺസ്റ്റന്റ് ആണ് ഫംഗ്ഷൻ. 7.6 പ്രോബബിൾ സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ. 1 ആണ്. അപ്പോൾ g dash എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് f അല്ലേ? ശരിയല്ലേ? മനസ്സിലായില്ലേ? f ആണ് നമ്മുടെ അവിടെ ആ പ്രൊപ്പോസിഷൻ അപ്ലൈ ചെയ്യേണ്ടത് f ആണ്. g ആണ് അവിടെ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ g ഡാഷിന്റെ അവിടെ f ഡാഷ് ആണ്. f ഡാഷ് നോട്ട് ഈക്വൽ ടു 0 ശരിയാണ്. കാരണം f is 1. then f is differentiable. f എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ f inverse ആണ്. f inverse is differentiable and it is equal to 1 by g dash of z. അത് for every arbitrary point you know as a satisfied for the analytic and the function has derivative 1 by clear.